തച്ചുടച്ചു കളയല്ലേ. തമൂദുകാർ ഒട്ടകത്തെ അറുത്ത പോലെ വിശുദ്ധ ഇസ്ലാമിന്റെ വ്യക്തമായ രേഖയാണ് ഖുർആൻ, അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസുകൾ. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഒന്ന് പഠിച്ചു നോക്ക്. വിമർശിക്കാൻ വേണ്ടി മാത്രം പഠിക്കല്ലേ, വിമർശിക്കാനല്ല പഠിക്കേണ്ടത്. സത്യസന്ധമായി അപ്രോച്ച് ചെയ്യും. എന്തുകൊണ്ട് കാലാകാലങ്ങളിൽ ധർമ്മവും നിഷ്ഠയും മൊറാലിറ്റിയും പഠിപ്പിക്കാൻ വന്ന വിശുദ്ധമായ ഖുർആനിനോളം തിരു ഹബീബിന്റെ സുന്നത്തിനോളം പ്രൗഢമായി എന്ത് കോൺട്രിബ്യൂഷനാണ് മനുഷ്യ സമൂഹത്തിന് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് അഭിമാന ബോധമുണ്ടാവാനാണ്. വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ നിധിയാണ് എന്ന് മനസ്സിലാക്കാനാണ്. നമ്മൾ മുസ്ലിം ഉമ്മത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ വില നമുക്കറിയില്ല, ഖുർആനിൻ്റെ വില നമുക്കറിയില്ല. മുസ്ലിമാവാൻ ഭാഗ്യം കിട്ടുന്ന ഒരു നേരം കലിമത്തു ഷഹാദ ചൊല്ലി ഇസ്ലാമിൻ്റെ തിരുമുറ്റത്തേക്ക് കടന്നു വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോടൊന്ന് ചോദിക്കണം, എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ബോധം, എന്താണ് നിങ്ങൾക്ക് തോന്നിയ ഒരു മനോവികാരം, എങ്ങനെയുണ്ടായിരുന്നു കലിമ ചൊല്ലിയപ്പോൾ? അവർക്ക് തോന്നുന്ന രോമാഞ്ചത്തിന്റെ 1000-1 ഒരു പക്ഷേ ഈ ഉമ്മത്തിൽ ജനിച്ചു വീണ മക്കൾക്കുണ്ടായിരിക്കണമെന്നില്ല. എന്തുകൊണ്ട്? ചോദിക്കാതെ കിട്ടിയതാണത്. ചോദിച്ച് ദാഹിച്ചു കിട്ടുന്ന ഒരു സാധനത്തിന്റെ വില, ആ സാധനം ചോദിക്കാതെയും ദാഹിക്കാതെയും കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ബോധിക്കുന്നില്ലല്ലേ? അതുകൊണ്ട് ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആരാണോ ഈ ശരീരത്തെ സംസ്കരിക്കുന്നത് അവര് രക്ഷപ്പെട്ടു. ആരാണോ ഈ ശരീരത്തിന്റെ ഇഷ്ടം അതിനൊത്തു നീങ്ങുന്നത് അവര് പരാജയപ്പെട്ടു. വിശുദ്ധ ഖുർആൻ ഇത് പറയാനാണ് 8 ആയത്തുകളെ വെച്ച് സത്യം ചെയ്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها. ജസ്റ്റിൻ ബാരറ്റ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആന്ത്രോപോളജി വിഭാഗം ഒരു റിസർച്ചർ ഉണ്ടായിരുന്നു. ജസ്റ്റിൻ ബാരറ്റ്, JUSTIN, ജസ്റ്റിൻ ബാരറ്റ്, BARRET, ജസ്റ്റിൻ ബാരറ്റ്. അയാളുടെ ഒരു പഠനമുണ്ട്, ഫിത്രത്തിലാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് എന്ന്. എല്ലാ കുഞ്ഞിനും ജന്മന ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതില്ലാതെ പോകുന്നത് അവരെന്തെങ്കിലും വായിച്ചിട്ടും തലതിരിഞ്ഞു പോയിട്ടുമാണ്. ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസും ഇല്ലാതെ ഒരു കുഞ്ഞിനെ വളരാൻ വിട്ടാൽ ആണായാലും പെണ്ണായാലും ബൈ ബർത്ത് ജന്മന ഈ പ്രപഞ്ചത്തിന് ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്ന് എല്ലാ കുഞ്ഞുങ്ങളും വിശ്വസിക്കും, എല്ലാ മനുഷ്യരും വിശ്വസിക്കും. ഇസ്ലാം വേണമെന്നില്ല. ഇത് പഠിക്കാൻ 40 വർഷത്തെ റിസർച്ച് ചെയ്തു ജസ്റ്റിൻ ബാരറ്റ്. അദ്ദേഹത്തിൻ്റെ തീസിസ് ഉണ്ട്. വളരെ വിശദമായിട്ട് എല്ലാ മക്കളിലും അത്ഭുതമാണ്. നിങ്ങൾ യു മേ ടീച്ച് ദം റിലിജിയൻ ഓർ നോട്ട്, ദേ ബിലീവ് ഇൻ ഗോഡ് ബൈ ബർത്ത്. ജന്മം കൊണ്ട് തന്നെ പടച്ചോൻ വിശ്വസിക്കുന്നവരാ. ഇതിനാണ് പുണ്യനബി പേരിട്ട് വിളിച്ചത് അൽ ഫിത്ര. എല്ലാ കുഞ്ഞും ജനിക്കുന്നത് ഫിത്രത്തിലാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. Every newborn is born on fitra. Fitra means the pure, innate human nature that enables someone to believe in the one and only Creator. പടച്ചതമ്പുരാനെ വിശ്വസിക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന, മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വികാരത്തിനാണ് ഫിത്രത്ത് എന്ന് പറയാം. ഇത് എല്ലാവർക്കും ഉണ്ടെന്നാണ്. അതിനെ കാച്ചിയെടുത്ത് വെളിച്ചം നൽകുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ജന്മന ആരും നിരീശ്വരവാദിയല്ല, ജന്മന എല്ലാവരും വിശ്വാസിയാണ്. അതുകൊണ്ട് അവരിൽ നിരീശ്വരവാദമോ നാസ്തികതയോ ഉണ്ടാക്കുന്നത് അവൻ്റെ ചുറ്റുപാടുകളാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ അത്ഭുതമാണ് റബ്ബേ ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് നമ്മെ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ഒരു നാളിന് വേണ്ടി, ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങണം എന്ന് പറയാൻ കാരണം ശരീരത്തെ സംസ്കരിച്ചെടുക്കണം, തിന്മകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങണം, അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് പോകാനുള്ളവരാണ്.
21ഓളം സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 21 സ്വഹാബിമാർ. لا تزال طائفة من أمتي على الحق منصورة ولا يضرها من خذلها ولا من خالفها حتى يأتي أمر الله وهم على ذلك. لا تزال طائفة من أمتي എൻ്റെ ഉമ്മത്തിലെ എൻ്റെ അനുയായികളിലെ ഒരു വിഭാഗം ആളുകൾ അലൽ ഹഖ് മൻസൂറ, നന്മയുടെ മേൽ, സമാധാനത്തിൻ്റെ മേൽ, ധാർമ്മികതയുടെ മേൽ അടിയുറച്ചു നിൽക്കുകയും അവരിൽ അല്ലാഹുവിൻ്റെ സഹായം ഉണ്ടാവുകയും ചെയ്യും. ലാ യദുറുഹാ മൻ ഖദലഹാ വലാ മൻ ഖാലഫഹാ. ആ വിഭാഗത്തെ ആരൊക്കെ അടിച്ചമർത്തിയാലും, ആരെല്ലാം നിരാശപ്പെടുത്തിയാലും, ആര് അപമാനിച്ചാൽ തന്നെയും അവർക്കതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് പൊന്നുനബി തങ്ങൾ പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ലോകത്ത് എന്നും നിലവിലുണ്ടാകും. ഹത്താ യഅതിയ അംറുല്ലാഹ്, അല്ലാഹുവിൻ്റെ തീരുമാനം, ഈ പ്രപഞ്ചത്തിൻ്റെ നാശം അല്ലാഹു തീരുമാനിക്കുന്ന കാലം വരേക്കും വഹും അലാ ദാലിക്. ഇത് ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ ഓരോരോ വിഭാഗങ്ങളിൽ വരും. എന്നാൽ ബൈത്തുൽ മുഖദ്ദസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വഹും ഫീ അക്നാഫി ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരങ്ങളിലുള്ള ഒരു വിഭാഗത്തെ നിബിധങ്ങൾ പേരെടുത്തു പറഞ്ഞു. അവർ ഈ പറഞ്ഞ വിഭാഗമാണ് എന്ന് റസൂലുള്ളാഹ്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഖിയാമത്ത് നാൾ വരെ ത്യാഗം ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന ആളുകളാണത്രേ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാകാം. അതേതെങ്കിലും ഒരു സംഘടനയുടെ പേരിലോ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിലോ വെച്ചുകെട്ടുകയല്ല നമ്മൾ ചെയ്യുന്നത്. അല്ലാഹുവേ, ആ ഒരു മൻസൂറത്തായ ത്വായിഫത്തിൽ നിന്റെ സഹായം ലഭിക്കുന്ന ആൾക്കൂട്ടങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ ചേർത്തിത്തരേണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാനാണ്. ആ ഒരു ഉമ്മത്തിൻ്റെ പൈതൃകം ഏറ്റെടുക്കുന്നത് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സന്തോഷ വാർത്ത തന്ന ഈ ഉമ്മത്തിൻ്റെ ഖലീഫയായി വരുന്ന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ മഹ്ദിയുൽ ഖുറശി റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ ഈ ഉമ്മത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്ന സമയം വരേക്കും ഈ ഉമ്മത്തിനെ നയിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇദാ കാന ഫീ ആഖിരി സമാൻ, ലോകാവസാനത്തോട് ഈ പ്രപഞ്ചം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ വഖുബൈല ഖിയാമിസ് സാഅ, അന്ത്യനാൾ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം വരെ ഇദാ സമാഉ ഫതറത് വഇദൽ കവാകിബു തഥറത് വഇദൽ ബിഹാറു ഫുജ്ജിറത് വഇദൽ ഖുബൂറു ബുഅ്സിറത്. വിശുദ്ധമായ ഖുർആൻ പ്രപഞ്ചത്തിൻ്റെ അന്ത്യങ്ങളിലേക്ക് സൂചിപ്പിച്ച് ഇൻഫിതാറിലും തക്വീറിലും എല്ലാം അല്ലാഹു പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ മഹാദുരന്തങ്ങൾ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആകാശലോകങ്ങളിലൂടെ